അതറിഞ്ഞൂടാ. നമ്മളൊരു പടം കാണാൻ വരുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട്. പുഷ്പ 2 ഇറങ്ങി വലിയ നെഗറ്റീവായിരുന്നു. പക്ഷേ നമ്മൾ വന്ന് കണ്ടു, ടീമായിട്ട് വന്ന് കണ്ടു. പക്ഷേ അല്ല, അതായത് അല്ലു അർജുൻ്റെ പടം തെലുങ്കിൽ എങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ള ലെവലിൽ നമ്മളിരുന്ന് കണ്ടാൽ സൂപ്പർ മൂവി. ഇത് സൂപ്പർ മൂവി. ആക്ച്വലി പുള്ളി ഒരു അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം മേക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മീൻസ് അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിൽ കമ്പാരിസൺ ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വളരെ കുറവാണ്. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാം ഓക്കെ. മേക്കിംഗ് അടിപൊളി, ഒരു രക്ഷയില്ല. ഹോളിവുഡ് സിനിമ കണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലേക്കാം. എങ്ങനെയാണ് പൃഥ്വിരാജ് മോഹൻലാലുമായിട്ടുള്ള ഫൈറ്റ് സീനും ബാക്കി കാര്യങ്ങളൊക്കെ? ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ മൂവി, നല്ല തീമും. ഇപ്പോഴത്തെ വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി കൃത്യമായിട്ട് വിളിച്ചോതുന്ന പടം. അടിപൊളി ഡയറക്ഷൻ, പൃഥ്വിരാജ്, ഹോളിവുഡ് ലെവൽ മൂവി മേക്കിംഗ് സൂപ്പറായിരുന്നു. മോഹൻലാൽ, മഞ്ജു വാര്യരെല്ലാം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതറിഞ്ഞൂടാ. നമ്മളൊരു പടം കാണാൻ വരുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട്. പുഷ്പ 2 ഇറങ്ങി വലിയ നെഗറ്റീവായിരുന്നു. പക്ഷേ നമ്മൾ വന്ന് കണ്ടു, ടീമായിട്ട് വന്ന് കണ്ടു. പക്ഷേ അല്ല, അതായത് അല്ലു അർജുൻ്റെ പടം തെലുങ്കിൽ എങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ള ലെവലിൽ നമ്മളിരുന്ന് കണ്ടാൽ സൂപ്പർ മൂവി. ഇത് സൂപ്പർ മൂവി. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. ഇഷ്ടപ്പെട്ടത് ഡയറക്ഷൻ നന്നായിരുന്നു, മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. മേക്കിംഗ് നല്ലതായിരുന്നു. പിന്നെ എക്സ്പെക്റ്റേഷൻ കുറച്ചും കൂടി മുകളിലായിരുന്നു, അത്രയും എത്തിയില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് പൃഥ്വിരാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്, ഡയറക്ടറാണ്. സോ മോഹൻലാലിനേക്കാളും എനിക്ക് മുകളിൽ പൃഥ്വിരാജ് തന്നെയായിരുന്നു മുകളിൽ. നൈസായിരുന്നു, മൂവി സൂപ്പറായിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ, നല്ല മേക്കിംഗ് ഒക്കെ. മോഹൻലാലിനാണെങ്കിലും എല്ലാവരും നല്ല മേക്കിംഗ് സിനിമ ഞാൻ ഇന്നലെ കണ്ടു, ഇന്നും കണ്ടു. അതെ എന്ന് വെച്ചാൽ അതായത് ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ക്യാമിയോ റോൾസൊക്കെ പ്രതീക്ഷിച്ച് പോയത് കൊണ്ട് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഐ ഫെൽറ്റ് ഇന്നലെ. മീൻസ് മേക്കിംഗ് ലെവൽ പറയാനൊന്നുമില്ല. എന്താ പറയുക, ആക്ച്വലി എന്താ പറയുക, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മലയാളീസിന് എൻ്റെ ഒരു പേഴ്സണൽ മാത്രം ഒപ്പീനിയൻ മാത്രമാണ്. ആക്ച്വലി പുള്ളി ഒരു അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം മേക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മീൻസ് അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിൽ 101% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ക്ലൈമാക്സ് കൊള്ളായിരുന്നു. കമ്പാരിസൺ ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. അതിനകത്തൊരു ക്ലിയർ മെസ്സേജ് കാണുമല്ലോ, നമുക്ക് അങ്ങനെ തോന്നും. എവറിബഡി വിൽ ഫീൽസ്. See, it is a good movie, there is no doubt about it. But personally what I felt was like ആദ്യത്തെ ഒരു ഹാഫിൽ കുറച്ച് നമുക്ക് നമ്മൾ ഫുള്ളായിട്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ ചിലപ്പോൾ കിട്ടില്ല. ഇറ്റ്സ് നോട്ട് കോൺസെൻട്രേഷൻ, ദ വേർഡ് ഇസ് നോട്ട് കോൺസെൻട്രേഷൻ. കുറച്ച് ഡിസിൻട്രസ്റ്റഡ് ആവും നമ്മൾ. ഓക്കെ, ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് അറിയില്ല. നമുക്ക് എനിക്ക് വലിയ ആക്ടിങ്ങിനെ കുറിച്ചൊന്നുമില്ല, ബട്ട് ഇറ്റ് വാസ് ഓൾ ഗുഡ്. രക്ഷയില്ല, മോഹൻലാലൊക്കെ കിടിലാണ്, നല്ല രക്ഷയില്ല പടം, നല്ല സാധനം, നന്നായി കാണുന്നത്, അടിപൊളി കിടിലൻ പടം. എല്ലാം സ്ക്രിപ്റ്റും എല്ലാം വളരെ നല്ല വൃത്തിയായിട്ട്, നല്ല അതായത് പുതിയ വെർഷനിലൊക്കെ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം കാണുന്നത്. നല്ല സാധനം, കുഴപ്പമില്ല. ലൂസിഫറിൻ്റെ അത്രയില്ല, കുഴപ്പമില്ല. വൺ ഡേ വാച്ച്, കുഴപ്പമില്ല. മേക്കിംഗ് കൊള്ളായിരുന്നു, സ്റ്റോറി ലൈൻ കുറച്ച്, ബട്ട് വൺ ഡേ വാച്ച് ആണ്, കുഴപ്പമില്ല. കൊള്ളാം ബ്രോ. എന്താണ് ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് ഹാഫ് കൊള്ളാം കേട്ടോ. പടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവലാണ്. ഫൈറ്റ് സീക്വൻസ് വലിയ കുഴപ്പമില്ല, കൊള്ളാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവ് ഭയങ്കരമായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? നെഗറ്റീവ് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. പിന്നെ ലാലേട്ടന് കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് വേണമായിരുന്നു. പുള്ളി 40 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അത് വേറെ കുഴപ്പമൊന്നുമില്ല.
പടം ഒരിക്കലും 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല, എല്ലാം പക്കയാണ്. ലൂസിഫറിന്റെ അത്ര ഇല്ല. എടുത്തു പറയാനായിട്ട് ചോദിച്ചാൽ മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ല മാസാണ്, നന്നായിരുന്നു. റേറ്റിംഗോ മേക്കിംഗ് നല്ലതാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. സീനറിയാണ്, നല്ല രസമാണ്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വളരെ കുറവാണ്. എന്തായാലും നല്ല മൂവിയാണ്. പെർഫോമൻസ് ഒക്കെ എല്ലാം നന്നായിട്ടുണ്ട്. ടോവിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. അത് അവർ തിരിച്ചു വരും പോലെ തോന്നി കാണുമ്പോൾ, നല്ല രീതിയിൽ നന്നായിട്ടുണ്ട്. നമുക്ക് കുറേ വിഷ്വൽസ് നമുക്ക് നന്നായി മേക്കിംഗ് നല്ലതല്ല, നന്നായി നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ, എന്താ പറയാ, പടം ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? ലാലേട്ടനെ ഇഷ്ടമാണോ? അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ? അടിപൊളി പടം. ഞാൻ രണ്ടാമത്തെ തവണ കാണുന്നത്. എല്ലാരും കാണണം. അത് ഇവരാണ് എടുത്ത് തന്നെ. മോഹൻലാൽ